കോട്ടയത്ത് മഴക്കെടുതി തുടരുകയാണ്. പുതുപ്പള്ളി മീനടം റൂട്ടിൽ ഞണ്ടുകുളത്ത് തോട് കരകവിഞ്ഞ് വെള്ളം കയറി ഗതാഗതം നിലച്ചു. വെള്ളത്തിൽ ഒഴുക്കിൽ കാർ തകരാറിലായി. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഈ വാർഡിലെ 100-ൽ-പരം വീടുകളിൽ വെള്ളം കയറി, റൂമിനകത്തൊക്കെ വെള്ളം കയറി. രാത്രി തന്നെ വെള്ളം വരുമെന്നുള്ള അറിയിപ്പുള്ളതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ സന്നദ്ധ സംഘടനകളുമായിട്ട് ചെന്ന് ഫ്രിഡ്ജ് അടക്കമുള്ള സാധനങ്ങൾ കഴിവതും വീടുകളിൽ ഉയർത്തി വെക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു, പോലീസിനെ വിളിച്ചു, ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി വെളുപ്പിന് 5 മണിക്ക് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഇവരെയൊക്കെ റെസ്ക്യൂ ചെയ്യാനുള്ള എല്ലാ നടപടികളും ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ 40-40 പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു വീടുകളിൽ തന്നെ 2ാം നിലയിലൊക്കെ കയറി ഇരിക്കുകയാണ്. ഇന്നലെ രാവിലെ തൊട്ട് കനത്ത മഴയായിരുന്നു. ഒരു 12 മണി കഴിഞ്ഞാണ് നമുക്കിപ്പോൾ അറിയിപ്പ് കിട്ടിയത്. ഇവിടെയെല്ലാം വെള്ളം കയറി ഭയങ്കര പ്രശ്നമാണ്. അന്നേരം തന്നെ നമ്മൾ ക്യാമ്പ് തുടങ്ങി. ആയുർവേദ ഹോസ്പിറ്റലാണ് ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെ ഒരു ഫയർഫോഴ്സും എല്ലാം നമ്മൾ അറിയിച്ചു. അന്നേരം തന്നെ വിവരങ്ങൾ അറിയിച്ച് തഹസിൽദാരും എല്ലാം വിളിച്ച് അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും വന്ന് ആൾക്കാരെ എല്ലാം മാറ്റി. ഇനിയിപ്പോൾ ഒരു സ്ഥലത്തൂടെ ഉള്ള ആൾക്കാരെ നീക്കം ചെയ്യാനായിട്ട് എല്ലാവരും ക്യാമ്പിലോട്ട് പോയി. കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, കോട്ടയത്ത് ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളുള്ളത്? കനത്ത മഴ തുടരുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടോ? എന്താണ് സ്ഥിതി? രേഷ്മ, കോട്ടയത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ മഴക്കെടുതികൾ തുടരുകയാണ്. പലയിടത്തും വെള്ളക്കെട്ട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൈതേപ്പാലം എന്ന പുതുപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നടക്കം അല്പം മുമ്പാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വഴിയുടെ ഭാഗത്തേക്കും മുട്ടോളം വെള്ളമുണ്ട്. അതിന് അപ്പുറത്തേക്കൊക്കെ കൂടുതൽ ഭാഗത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള ആളുകളെയും കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ളവരെ ഇപ്പോൾ ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലും കോട്ടയം താലൂക്കിലുമാണ് ഇപ്പോൾ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമായും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് വാകത്താനം, മീനടം, പാമ്പാടി, അതോടൊപ്പം കറുകച്ചാലുള്ള അടക്കമുള്ള പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ ഈ കൈത്തോടുകളും ഇടത്തോടുകളും ഒക്കെയും കരകവിഞ്ഞാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ കൈതേപ്പാല പ്രദേശത്തു നിന്നുള്ള ഒരാൾ പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരെങ്ങനെയാണ്? ഈ ഭാഗത്താണോ താമസിക്കുന്നത്? ഞാൻ വാകത്താനം പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. കൃഷി ഈ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് എനിക്ക് 2 സ്ഥലത്തും ഉള്ളത്. വെള്ളം കയറിയോ? വെള്ളം മൊത്തം മൂടിക്കിടക്കുക. കൃഷി ഈ 12ാം വാർഡിൽ വൈസ് പ്രസിഡന്റിന്റെ മണ്ഡലത്തിൽ തന്നെയാ. പയറ് വെള്ളത്തിലായി മൊത്തം മുങ്ങിക്കിടക്കുക. വെള്ളം കയറുന്ന അതിന് നമുക്കൊരു നഷ്ടപരിഹാരം പോലും ഒരു സർക്കാർ പോലും നമുക്ക് തരുന്നില്ല. എത്ര ഏക്കറിലാണ് കൃഷിയുള്ളത്? എനിക്ക് 70 മൂട് പയറുണ്ട് 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത്. പഞ്ചായത്തിലെ കൃഷിഭവനിലൊക്കെ അറിയിച്ചോ കൃഷിയുടെ നാശം? ഇപ്പൊ അവര് മെമ്പറോട് പറഞ്ഞു, ഞങ്ങള് തരാന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ച പ്രദേശത്ത് നിന്നുള്ള ഒരാളാണ്. ഇവിടെ അദ്ദേഹത്തിന് പാട്ടത്തിന് പയറുകൃഷി നടത്തുന്നുണ്ട്. ആ കൃഷി പൂർണ്ണമായും നശിച്ചുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ സാധാരണക്കാർക്ക് വലിയ ദുരിതമാണ് മഴ സൃഷ്ടിക്കുന്നതെന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടാതെ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട മറ്റ് അറിയിപ്പുകൾ, ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും 4-ാം തീയതി വരെ നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട വാഗമൺ പാതയിൽ പൂർണ്ണമായും രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലെ അങ്ങനെ വ്യാപക പ്രശ്നങ്ങളുണ്ട് കോട്ടയം ജില്ലയിൽ. ജോസിയാണ് വിവരങ്ങൾ നൽകിയത്.